മുൻപൊക്കെ വീട് വൃത്തിയാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഫുൾ ഡേയിലെ കഷ്ടപ്പാടും ക്ഷീണവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ഞാനിത് മറ്റന്നാളാവട്ടെ നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെക്കാറുമുണ്ട്. അങ്ങനെ മാറ്റി വെക്കുമ്പോഴാണെങ്കിലോ പണികളെല്ലാം ഡബിളായിട്ട് 8ൻ്റെ പണി 16ൻ്റെ പണിയായിട്ട് എനിക്ക് തിരിച്ചു കിട്ടാറുമുണ്ട്. ഈ ഒരു ഐഡിയ ഫോളോ ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ വീട് വൃത്തിയാക്കൽ എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കായിട്ട് എനിക്കിപ്പോൾ തോന്നാറില്ല. അപ്പോൾ വീട് വൃത്തിയാക്കി കഷ്ടപ്പെട്ട് ക്ഷീണിച്ചിരിക്കുന്ന എല്ലാവർക്കും വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബിനമീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വീട് നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് പറയുന്നത്. ഒരു വീടൊന്ന് വൃത്തിയാക്കുന്നതിനെ കുറിച്ച് ഇത്രമാത്രം എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് സ്വാഭാവികമായും തോന്നാം. ഞാനൊരു നോർമലായിട്ടൊന്ന് തൂത്തുവാരി ഇടുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അതൊരു 20-30 മിനിറ്റിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഞാനിതൊരു ഡീപ്പ് ക്ലീനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ദിവസം ഒരു സ്ഥലം, അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന രീതി. ഇന്ന് ഹോളാണെങ്കിൽ നാളെ കിച്ചൺ ആയിരിക്കും, പിറ്റേ ദിവസം ബാത്റൂം, പിന്നെ ബെഡ്റൂംസ്, അങ്ങനെയായിരിക്കും ക്ലീൻ ചെയ്യുക. സ്ട്രെസ്സും ഇല്ല, പ്രഷറും ഇല്ല, ഹോൾ ഡേയിലെ ഹാർഡ് വർക്കും ഇല്ല. നമുക്ക് ഒരുപാട് സമയം റിലാക്സ് ചെയ്യാനും കിട്ടും, നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനും സമയം കിട്ടും, നമ്മളുടെ വീട് ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. എൻ്റെ ക്ലീനിങ് റൂട്ടീനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് വിൻഡോസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം വിൻഡോസ് ക്ലീൻ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അതിൻ്റെ ഫ്രെയിംസ് ക്ലീൻ ചെയ്യണം, അഴികൾ ക്ലീൻ ചെയ്യണം, ഗ്ലാസ് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് കുറേ ടൈം എടുക്കും. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഞാൻ വിൻഡോസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കും. അത് ഹോളിൻ്റെയും ബാത്റൂമിൻ്റെയും കിച്ചണിൻ്റെയും ബെഡ്റൂമിൻ്റെയും എല്ലാം ഒരൊറ്റ ദിവസം ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കും. വിൻഡോസിൻ്റെ ഗ്ലാസ് ഒക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കും. പിന്നെ നമ്മുടെ സാധാ പത്രത്തിൻ്റെ പേപ്പറില്ലേ, അതൊന്ന് ചുരുട്ടിയിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് തുടയ്ക്കും. ഈ പറയുന്ന മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ടോ മറ്റുള്ള സ്പ്രേ വെച്ചിട്ടോ തുടയ്ക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ നല്ല ക്ലീൻ ആയിട്ടാണ് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നെക്സ്റ്റ് ഡേ ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഹോളായിരിക്കും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഫർണിച്ചർ കിടക്കുന്ന ഒരു സ്ഥലം ഹോളിലാണ്. അതെല്ലാം മാറ്റിയിട്ട് വേണമല്ലോ ക്ലീൻ ചെയ്യാനായിട്ട്. ഹോളും മുറികളും ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് ഫാനാണ്. ഒരു നനഞ്ഞ പഴയ തലയണ കവർ വെച്ച് ആ ലീഫിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടികളൊന്നും താഴെ പോകാതെ തന്നെ ഫാൻ നന്നായി ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ സോഫയൊന്ന് മാറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇച്ചുവിൻ്റെ ഒരുപാട് ഐറ്റംസ് അതിൻ്റെ അടിയിൽ കാണും. കളിപ്പാട്ടങ്ങൾ കാണും, പെൻസിൽ, റബ്ബർ, പെന്ന് എല്ലാം അതിൻ്റെ അടിയിലുണ്ടാവും. ആദ്യം തന്നെ ഫർണിച്ചർ എല്ലാം ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ പൊടിയൊക്കെ തട്ടും. കസേരകളുടെയൊക്കെ ഈ ഡിസൈനിനകത്തുകൊണ്ട് ഇരിക്കുന്ന പൊടികളൊക്കെ നമ്മളുടെ പെയിൻറ്റിൻ്റെ ബ്രഷ് കൊണ്ട് നന്നായിട്ട് വേഗം തുടച്ച് കളയാൻ വേണ്ടി പറ്റും. പിന്നെ നിലമൊക്കെ ഒന്ന് തൂത്തതിന് ശേഷമായിരിക്കും ഞാനൊരു ക്ലീനിങ് സ്പ്രേയോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഫർണിച്ചർ എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നത്. കാരണം നമ്മൾ പൊടിയൊക്കെ തട്ടി അപ്പം തന്നെ അത് വെച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തറ തൂക്കുമ്പോൾ വീണ്ടും ഈ പൊടി ഈ ഫർണിച്ചറിലേക്ക് തന്നെ പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ തറയൊക്കെ ഒന്ന് തുടച്ച് ഫർണിച്ചറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ക്ലീനിങ് പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ദിവസം ഒരു സ്ഥലം എന്ന രീതി ഫോളോ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.